ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തമ്പുരാൻ നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടി നോക്കിയിരിക്കുക. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുക. അത്രയ്ക്ക് നമ്മളെ കാര്യമാണ്. നമ്മളകന്നു പോയി ഈ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക്, ഈ ലോകത്തിലേക്ക്, ഈ അശുദ്ധിയിലേക്ക്, ഈ തിന്മയിലേക്ക് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്നകന്നു. ഒന്ന് തിരിച്ചു വരാനോ എന്നാണ് തമ്പുരാൻ പറയുന്നത്. ഒന്ന് തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുക. നിൻ്റെ ഒരു മാനസാന്തരം, നിൻ്റെ ഒരു തിരിച്ചു വരവ് തമ്പുരാൻ ആഗ്രഹിച്ചിരിക്കുക. പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സംസാരമാണ്. പലപ്പോഴും നമ്മളിങ്ങനെ അലറി വിളിച്ച് ഒത്തിരി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ശരികളും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം അവരുടെ മുഖത്ത് നോക്കി മിതമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതേപോലെ സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം സംസാരിക്കാതെ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് അവരുടെ കുറ്റം പറയുന്നത് വിട്ടിട്ട് നന്മയായിട്ടുള്ളത് പറയുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും കുറ്റമില്ലാത്ത നമ്മളിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് എത്ര കുറവുകളുണ്ട്, എത്ര കുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുകയും നല്ലതായിരിക്കും. അതേപോലെ തന്നെ പരദൂഷണം പറയാതിരിക്കുക. സ്ഥാനവും അവരുടെ പ്രായവും, നമ്മുടെ അധ്യാപകരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, പ്രായത്തിൽ മുതിർന്നവരായിക്കോട്ടെ, അവരുടെ സ്ഥാനവും പ്രായവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ അവരോട് സംസാരിക്കുന്ന, ആ ഒരു ബഹുമാനം കൊടുത്ത്, ആ ഒരു സ്നേഹത്തോടു കൂടി, അതേപോലെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് നന്മയായിട്ട് മാറുന്നത്, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ കപടത നിറച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ തിന്മയാണെങ്കിൽ, നമ്മുടെ ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതൊരിക്കലും ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ടാകത്തില്ല. നമ്മൾ സ്വയം നമ്മളെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മൾ കാപഠ്യമായിട്ട് സംസാരിക്കുമ്പോഴൊന്നും ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. ഒപ്പം നമ്മൾ നല്ലൊരു കേൾവിക്കാരനും കൂടെ ആയിരിക്കുന്നത് നല്ലതാണ്. തമിഴിലിങ്ങനെ ഒരു ചൊല്ലുണ്ട്, അൻപേ പേശ് അൻപാക പേശ് സിന്ധിത്ത് പേസ് മനമറിന്ത് പേസ് പേസാമ ഇരുന്നും പളകെന്ന് പറയും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. മൗനത്തിൽ ഒത്തിരി അർത്ഥമുണ്ട്. പിന്നെ സ്നേഹത്തോടെ സംസാരിക്കണം. നീ സ്നേഹമായിട്ട് സംസാരിക്കണം. ചിന്തിച്ചല്ലെങ്കിൽ ആലോചിച്ച് സംസാരിക്കണം. മനസ്സിലാക്കി സംസാരിക്കണം. ചിലതൊക്കെ സംസാരിക്കാതിരിക്കുകയും ചെയ്യണം. അതിനാണ് പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 25-26 വാക്കുകൾ പറയുന്നുണ്ട്. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിറപ്പിക്കുക, നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന്. അതുകൊണ്ട് നമ്മളെ സംസാരത്തെ നമുക്ക് ശ്രദ്ധിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറയുന്ന, നന്മ പറയുന്ന വ്യക്തിയായിട്ട് മാറാം. അപ്പം തമ്പുരാൻ നമ്മളെ എടുത്തുയർത്തും. നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ നാവുകളിലൂടെ ഈശോ സംസാരിക്കും. ഈശോ എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.